ഹായ് ഫ്രണ്ട്സ്, ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സിമ്പിൾ ചിക്കൻ കറിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ചോറിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സവോള, മല്ലിയില, ഇത്രയും 1 കിലോ ചിക്കനാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഇത് കാണുമ്പോൾ എന്താണ് എനിക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ ചട്ടി അടുപ്പിൽ വെക്കുക, എന്നിട്ട് നല്ലോണം ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും നമ്മൾ ഇടുക. എന്നിട്ട് ആ ഇഞ്ചും വെളുത്തുള്ളിയും നമ്മൾ ഇടുമ്പോൾ നല്ല ഫ്ലെയിം ഉണ്ടാവണം. പിന്നെ ഇത് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഫ്ലെയിമിനകത്ത് കിടന്ന് അത് നന്നായിട്ട് വഴറ്റണം, കരിയാൻ പാടില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ എല്ലാ വിശേഷം? ഈദൊക്കെ കഴിഞ്ഞു, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ല. ഞങ്ങളും അത് ഈദൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈദ് കഴിഞ്ഞ പിറ്റേ ദിവസം കുറച്ച് ചിക്കൻ എടുത്തെങ്ങാണ്ട് ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ സവോള ഇടുകയാണ് കേട്ടോ. സവോള ഞാൻ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആ സവോള നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കി വെച്ച് പോയാൽ ഒരു അച്ചാറും ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കും കഴിക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചു, കുട്ടികൾക്ക് എപ്പോഴും വിശപ്പ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയേക്കാം. അവർ വിശക്കുന്ന ചിക്കൻ കറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിലേക്ക് എന്തെങ്കിലും അതിൽ ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനെയൊക്കെ, ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചാലും അവർക്ക് കഴിക്കാമല്ലോ. അല്ല, അതിന് ശേഷം സവോള ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ശകലം ഉപ്പിടുക. നമ്മൾ എത്രയാണോ ചിക്കൻ, ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ട് വരണം കേട്ടോ. നന്നായിട്ട് ചുമക്ക വഴറ്റണം. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തക്കാളി ഇടുക. തക്കാളി ഇട്ട് പച്ചമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലോണം വഴറ്റുക. പിന്നീട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ചിക്കനൊക്കെ കഴുകുമ്പോൾ നല്ല വൃത്തിയിൽ കഴുകണം. എപ്പോഴും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം കഴുകി നല്ലോണം വൃത്തിയാക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, അത് പിന്നീട് ഒരു ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടത്, ചേരുവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നീട് നമ്മൾ ഗരം മസാല 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട്, പിന്നീട് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ ചുടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ചൂടുള്ള വെള്ളം ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക. ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി മതി, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ആക്കി വയ്ക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ലോണം തിളയ്ക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ എടുത്ത് ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് എല്ലായിടത്തും മസാല കവറാകുന്ന പോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കുക. അത് നന്നായിട്ട് ആ ചിക്കൻ്റെ ഒരു പച്ചമണം മാറണം, ആ മസാലയിലേക്ക് പിടിക്കണം. നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവ് ചെറിയ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ കേട്ടോ. ഇടയ്ക്ക് തിളയ്ക്കുമ്പോഴൊക്കെ ചട്ടിയിലാണ് ഇത് വെച്ചത് കൊണ്ട് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇടയ്ക്ക് വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ട് ചിക്കൻ എന്നിട്ട് കഴിക്കുക എടുത്ത്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ബായ്. എന്നാ മോനെ.